ഹായ് ഓൾ, സ്കൂളിൽ നിന്ന് വന്ന് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ചടപടിയും അങ്ങ് കഴുകി വെച്ച് ചായ ഏറ്റിട്ട് നമുക്കിന്ന് പുളിച്ചെറിയിലോട്ട് പോകണം. ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. ആലൻ്റെ പേരൻസ് ആലൻ്റെ ചേച്ചിയുടെ വീടിന് തൊട്ടടുത്തായിട്ട് അത് ഒരു കോമ്പൗണ്ടിൽ 2 വീടാണ്. പുളിച്ചെറിയിലാണ് താമസം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഏത്തപ്പഴം ഇല്ലാത്തതുകൊണ്ട് കുക്കുസാറ് കടയിൽ പോയി പഴംപൊരി മേടിച്ചുകൊണ്ട് വന്നു. ഇവനെ കടയിൽ വിടുന്നത് കമ്പനിക്ക് നഷ്ടമാണ്. ബാക്കി കാശ് നമുക്ക് കിട്ടത്തില്ല. അവൻ്റെ കുടുക്കയിലിടും. സ്നോയിൽ പോകാനായിട്ട് കൂട്ടുന്ന ഒരു കുടുക്ക ഇപ്പം നിറഞ്ഞു. അതിലേക്ക് ഇപ്പോൾ ക്യാഷ് ഇടാനേ പറ്റുന്നില്ല. അടുത്തതൊരെണ്ണം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരണം. പഴംപൊരി മേടിച്ച് തന്നിട്ട് പാലാകുമ്പോൾ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അപ്പുറത്ത് സേറമോളുമായിട്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയി. നിലുവിനെ അമ്മ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല. ഒരു 6-6:30 മണിയാവും അവരെത്താനായിട്ട്. ആലന് സിസിജിയിലേക്കൊന്ന് പോവുകയും വേണം. പോയിട്ട് വന്നിട്ടായിരിക്കും ഞങ്ങൾ പുലിച്ചെറിയിലേക്ക് പോകുന്നത്. പൊതുവേ ഏത് ഡ്രസ്സാണെങ്കിലും അത് ബ്ലാക്ക് കളറിൽ വരുന്നതിനോടായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ 2 സ്കേർട്ടിൽ എനിക്ക് ഈ ഒരു കളറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് 3 മണിക്ക് വന്ന് ഉറങ്ങി ഇന്ന് വൈകുന്നേരം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. 2-3 ട്രെയിൻ പോകാൻ ക്ഷമയോടെ കാത്തിരുന്നിട്ട് ഞങ്ങളിതേ പുലിച്ചെറിയിലെത്തി. ബോൾ എടുക്കാൻ ചെരുപ്പില്ലാണ്ട് കാട്ടിലോട്ട് പോയിട്ട് പാദം ഒരിത്തിരി മുറിഞ്ഞിട്ടുണ്ട്. ഒരു ബാൻഡേജ് ഉണ്ട്. അതാണ് എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടറായിട്ട് ഇപ്രാവശ്യം സേമിയ പായസമാണ്. നിലവിൽ ചോറൊക്കെ കഴിക്കുന്ന കാര്യം സംശയമാണ്. പായസം നല്ലപോലെ കുടിച്ചിട്ടുണ്ട്. ബാസ്കിൻ റോബിൻസിന്റെ കേക്ക് ഞാൻ ഒരെണ്ണം സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും എത്തണം. ചേച്ചി ഓഫീസിൽ നിന്നും വരണം. ഞങ്ങൾ ഗ്രിൽഡ് ചിക്കനിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് കൊണ്ട് മമ്മി 2-3 പീസ് കൂടെ അഡീഷണൽ ഇട്ടത്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടോപ്പിംഗ്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നത്. എല്ലാം അതിനാണ് ആ വഴക്ക് പറഞ്ഞത്. പിന്നെ നിലുവിന്റെ അപ്പച്ചിയും ഡാനി പപ്പയും കൂടെ കേക്ക് കട്ട് ചെയ്തു. ഇന്നത്തെ കുക്കിംഗ് എല്ലാം ഡാഡയുടെ വകയാണ്. നല്ല ബീഫ് കറിയും കപ്പ പുഴുങ്ങിയത്, ഗ്രിൽഡ് ചിക്കനും ചോറും ചപ്പാത്തിയും ഒക്കെ ആയിരുന്നു. 1 കപ്പ് പായസം കുടിച്ച നിലു എങ്ങനെയൊക്കെയോ 1/2 പൊറോട്ടയും ഒരിത്തിരി ചിക്കനും ഒക്കെ കൂടെ കഴിച്ചു തീർത്തു. കുക്കോനും ഡാരലിനും ഡെല്ലയ്ക്കും ഒക്കെ മമ്മി വാരി കൊടുക്കുകയാണ് ചെയ്തത്. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധിക നേരം ഇനി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. വേടന്റെ പാട്ടും ഒക്കെ കേട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇതുവരെ കൂടെ നിൽക്കുന്നവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.